ഫ്ലോറൻസയുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ഐറ്റത്തിന്റെ റീസ്റ്റോക്ക് ആട്ടോ. ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും നമ്മൾ ലേസ് ബാൻഡ് ഇല്ലാതെ എങ്ങനെയാല്ലേ നമുക്ക് റെഡ് കളറിലെയും വൈറ്റ് കൂടുതൽ ഒക്കെ ടോപ്പുകളുടെ കൂടുതൽ നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓർഗൻസയുടെ താഴേക്ക് ലേസ് വർക്ക് വന്നേക്കുന്ന നമ്മുടെ ബോട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അല്ലാത്ത നമ്മുടെ ഫ്ലവർ ലേസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് നമുക്ക് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചും എന്നെ പേഴ്സണലി വിളിച്ചും ഒക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതിൻ്റെ എന്താ നമ്മൾ ബാക്കി കളേഴ്സിലേക്ക് കൊണ്ടുവരാത്ത എപ്പോഴും വൈറ്റ് തന്നെ നിങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, വൈറ്റിന് നമുക്ക് അത്രയും ഡിമാൻഡ് ഉണ്ട്. എപ്പോൾ കൊണ്ടുവന്നാലും നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ സെയിം ഡേ തന്നെ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. ബാക്കി കളേഴ്സിലേക്ക് കൊണ്ടുവരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഫാബ്രിക്കിലേക്ക് ഇത് പ്യുവർ കോട്ടണാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഡൈ ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഞാൻ ഇതിൻ്റെ അവിടെ നമുക്ക് സാമ്പിൾ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമുക്കിത് ആക്ച്വലി ഇത് സോർട്ടിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് വരുന്ന മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു 480 എന്ന് പറഞ്ഞ റേറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത്. അപ്പോൾ ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡൈ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ചൊരു വാഷിങ്ങിനൊക്കെ ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും അതിൻ്റെ കളർ ഫെയ്ഡ് ആവുന്നുണ്ട്. അതേപോലെ ഡാർക്ക് കളേഴ്സ്, ഡാർക്ക് മെറൂണിൻ്റെയും നേവി ബ്ലൂവിൻ്റെ ഒക്കെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു നരച്ച ഷെയ്ഡ് നമ്മളൊരു പൗഡർ ഷെയ്ഡിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളർ അവിടെ ഇവിടെ പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാക്കി കളേഴ്സ് പിന്നെ അധികം പരീക്ഷിക്കാൻ നിൽക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. ഏത് കളർ ടോപ്പുകളുടെ കൂട്ടത്തിൽ മാച്ച് ചെയ്യുന്നത് എല്ലാവർക്കും തന്നെ നമ്മുടെ സ്റ്റോക്കിൽ എന്താണ് ഒരു മസ്റ്റ് ഹാവ് ഐറ്റം ആണല്ലേ നമ്മുടെ വൈറ്റ് കളർ ബോട്ടം. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റമാണ്. എനിക്ക് സെല് ചെയ്യുന്നതിനകത്ത് അത്രയും കോൺഫിഡൻസ് ഉള്ളൊരു ഐറ്റമാണ്. ഞാൻ പേഴ്സണലി ഇതിൻ്റെ ഫസ്റ്റ് പർച്ചേസ് തൊട്ടിട്ട് തന്നെ ഞാൻ പേഴ്സണലി എടുത്തേക്കുന്ന ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടൈസും ബാക്കിലേക്ക് എലാസ്റ്റിക്കുമാണ് വിത്ത് 2 സൈഡ് പോക്കറ്റ്സ് ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ വരുന്നത് അതിൻ്റെ തന്നെ താഴേക്ക് എല്ലാം ബാക്കി പാറ്റേണും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെയാണ്. ഇതിൻ്റെ താഴേക്ക് മാത്രം ലേസ് വർക്കിനകത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഒരു നെറ്റിലേക്ക് ഒരു ഫ്ലവർ ലേസ് വരുന്ന രീതിയിലേക്കാട്ടോ. പ്രൈസും കാര്യങ്ങളും എല്ലാം സെയിം ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 480 ആൻഡ് 530. അതായത് പ്ലസ് സൈസിലേക്ക് വരുമ്പോൾ മാത്രം 530 ആവുന്നുള്ളൂ. ബാക്കി നമ്മൾ 480 ആണ്. അപ്പോൾ ഇത് ചൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ നിങ്ങൾ ഒരു സൈസ് വലുതെടുക്കണം. അതായത് ഇപ്പം ഞാൻ സാധാരണ ലാർജ് സൈസ് കുർത്തി എടുക്കുന്നയാളാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എത്രയോ തവണ വാഷിങ് കഴിഞ്ഞൊരു ഐറ്റമാണ്. അപ്പം ഞാൻ അതിൻ്റെ ജസ്റ്റ് ആ വീഡിയോ കേട്ടപ്പോൾ ഞാൻ ഇതങ്ങ് യൂസ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഷ്രിങ്ക് ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു സൈസിന് എനിക്ക് XL ആണ് ബോട്ടം ഞാനിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ സൈസ് ചാർട്ട് നോക്കാൻ അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് അങ്ങനെ നോക്കുക. ഇനിയിപ്പോൾ ഈ ഹിപ്പ് സൈസും കൊണ്ടൊക്കെ ഒരു ഓവറായിട്ട് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഫാറ്റി ആയിട്ടുള്ളവരാണെങ്കിൽ 2 സൈസ് വലുതെടുക്കുക. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സൈസ് ഞാൻ അങ്ങനെ പിന്നെ മാറ്റത്തെ. കാരണം ഓൾറെഡി മേടിച്ച കസ്റ്റമേഴ്സിന് കൺഫ്യൂഷൻ ആകും. അപ്പോൾ നിങ്ങൾ ഒരു സൈസ് അല്ലെങ്കിൽ ഭയങ്കര ഫാറ്റി ആയിട്ടുള്ളവരാണെങ്കിൽ 2 സൈസ് വലുതെടുക്കുക കേട്ടോ.